എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോ അവൻ കണ്ണു തുറന്ന് നോക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ആ തണ്ടർ ട്രെയിനിലല്ല, മറിച്ച് ഒരു പ്രിസണിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മറിച്ചൊരു പ്രിസണിൽ ഇപ്പൊ അവനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ എവിടെയാ? എനിക്ക് എന്താ സംഭവിച്ചേ? ഞാൻ എങ്ങനെ ഈ പ്രിസണിലെത്തി? ഞാൻ അവസാനമായിട്ട് ഉണ്ടായിരുന്നത് അത് ആ തണ്ടർ ട്രെയിനിലായിരുന്നല്ലോ. അതിനവിടെയുള്ള മിസ്റ്റർ ഷിനോബിയും ടോൺ ഷിനോബികളും പറയും, ഞങ്ങൾക്കും എന്താ നടന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങളും അവസാനമായിട്ട് ഉണ്ടായിരുന്നത് ആ തണ്ടർ ട്രെയിനിൽ തന്നെയാണ്. കണ്ണു തുറന്ന് നോക്കിയപ്പോ ഞങ്ങൾ നിന്നെ പോലെ ഈ പ്രിസണിലാണെന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ടോൺ ഷിനോബി ആണെങ്കിൽ അവന്റെ ഫയർ പവറൊക്കെ ഉപയോഗിച്ച് ആ ഒരു സെല്ല് അത് തകർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ എത്രയൊക്കെ ഇടിച്ചിട്ടും പവറുകളൊക്കെ ഉപയോഗിച്ചിട്ടും ആ സെല്ലിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. ഉടനെ ഒരു മിസ്റ്റർ ഷിനോബി ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്, വെറുതെ ഇമോഷണലായി നിന്റെ പവർ യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളിപ്പോ ഏതോ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങണം. ഉടനെ അവനാണെങ്കിൽ അങ്ങനെ കൈ പുറകിലേക്ക് തിരിക്കും. പുറകിലുണ്ടായിരുന്ന ആ ഒരു പയ്യൻ അവന്റെ കയ്യിൽ നിന്ന് ഇടികിട്ടി തെറിച്ച് താഴെ വീഴുകയാണ്. ഓടി വന്ന് ഇപ്പൊ സ്റ്റോൺ ഷിനോബിയെ അങ്ങനെ എഴുന്നേൽപ്പിക്കും. അതിനുശേഷം ബൊറൂട്ടോ ചുമരിൽ പഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഷിനോബിയെ നോക്കുകയാണ്. അതിനവൻ പറയും, ഞാൻ മറ്റു വില്ലേജിലെ ഷിനോബി ഒന്നും അല്ല, നിന്നെ പോലെ ഞാനും ലീഫ് വില്ലേജിലെ ഷിനോബി തന്നെയാണ്. മാരു സെൻസായി ഓൾറെഡി എന്നെ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയോട് കാര്യമായിട്ട് സംസാരിക്കും. ബൊറൂട്ടോ ആ പയ്യന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കൈ മുഴുവൻ പഞ്ചിൽ അങ്ങനെ ചുവന്ന് ബ്ലഡൊക്കെ ഒഴുകിയിരിക്കുകയാണ്. അപ്പ അവരെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത നിമിഷം ഒരു ഡോർ ഓപ്പണായി ഒരപ്പാപ്പൻ പുറത്തേക്ക് വരികയാണ്. ഹായ്. അപ്പാപ്പനാണെങ്കിൽ എല്ലാവരെയും നോക്കും. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും ഇതിൽ സേഫ് അല്ലേ? ലാസ്റ്റ് ടൈം നിങ്ങൾ ട്രാവൽ ചെയ്ത ആ തണ്ടർ ട്രെയിൻ അത് ആക്സിഡന്റിലായി. സോ അവിടെ വെച്ച് നിങ്ങളെ സേവ് ചെയ്ത് ഞങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചത്. ട്രെയിനിൽ ഒരു പ്രത്യേകതരം ഗ്യാസ് ലീക്കായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അൺകോൺഷ്യസ് ആയി പോയത്. സത്യത്തിൽ ഇതിൽ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അതെനിക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണമെന്ന് പറഞ്ഞ് അപ്പാപ്പൻ അവർക്കിടയിലേക്ക് ചാടി വരും. അവർക്കാണെങ്കിൽ സത്യത്തിൽ ആൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് കറക്റ്റായിട്ട് പിടിയിട്ടില്ല. ആ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ കുറച്ച് കാർഡ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഒരു കാർഡിൽ ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ കാർഡ് എടുക്കുന്നവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവാം. ബാക്കിയുള്ളവരുള്ള കാർഡുകൾ അത് ഡെത്ത് കാർഡാണ്. അങ്ങനെയുള്ളവർക്ക് ഈ കളിയിൽ ജയിക്കാൻ കഴിയില്ല, പുറത്ത് രക്ഷപ്പെട്ടു പോകാനും പറ്റില്ല. ഉടനെ അപ്പാപ്പൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ മിസ്റ്റ് വില്ലേജിലെ ഒരു ഷിനോബി അവൻ അടുത്തേക്ക് വന്ന് അതിലൊരു കാർഡ് എടുക്കുകയാണ്. അപ്പാപ്പൻ ആ കാർഡ് മേടിച്ച് വായിച്ചു നോക്കും. അതിൽ ഡെത്ത് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അടുത്ത നിമിഷം ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അവന്റെ തലയിൽ ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി അവനങ്ങനെ മരിച്ചു വീഴുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവന്റെ പവർ ഉപയോഗിച്ച് ആ അപ്പാപ്പനെ അടിച്ച് താഴെ ഇടുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ബൊറൂട്ടോ ഒരു കാര്യം തിരിച്ചറിയുക, അത് റിയൽ അപ്പാപ്പനല്ല, ആളുടെ ഒരു പപ്പടാണ്. അതേ നിമിഷം റിയൽ ആയിട്ടുള്ള അപ്പാപ്പൻ ഇപ്പൊ ബൊറൂട്ടോയും അവിടെയുള്ളവരെ എല്ലാവരെയും നോക്കി ചിരിച്ച് അങ്ങനെ പതിയെ താഴേക്ക് ഇറങ്ങി വരും. ആളാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, എന്റെ പേര് ഔഗ എന്നാണ്. സത്യത്തിൽ ഇതൊരു ഗെയിം അല്ല, എക്സ്പെരിമെന്റ് ആണ്. നിങ്ങളുടെ ലൈഫും ഇത് നിശ്ചയിക്കുന്ന ഒരു അടിപൊളി മത്സരം എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ എന്തോ ഒരു ഡിവൈസ് അവേക്കൻ ചെയ്യും. അടുത്ത നിമിഷം തറയിൽ നിന്ന് ഈ തരത്തിലുള്ള എന്തോ ഒന്ന് അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. പിന്നെ ആ ഒരു ഡിവൈസിൽ നിന്ന് 5 സ്ക്രോള് പുറത്തേക്ക് വരികയാണ്. അപ്പാപ്പനാണെങ്കിൽ അതിലേതെങ്കിലും ഇഷ്ടമുള്ള സ്ക്രോളുകൾ അവരോട് സെലക്ട് ചെയ്യാൻ പറയും. അത് കേട്ട് ഒരു പയ്യനാണെങ്കിൽ വേറെ വഴിയില്ലാതെ ഒരു സ്ക്രോള് തിരഞ്ഞെടുക്കും. അടുത്ത നിമിഷം കൊളാപ്സ് എന്ന് കാണിച്ച് ആ സ്ക്രോള് അത് ഓപ്പൺ ആവുകയാണ്. അവരെ വേറെ ഏതോ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ അങ്ങനെ പതിയെ കൊണ്ടുപോകും. പിന്നെ അവരാണെങ്കിൽ ഇപ്പൊ പതിയെ ട്രാവൽ ചെയ്ത് ഒരു പ്രത്യേക തരം ഓപ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊരു ലേഡി അവിടേക്ക് വന്ന് ബോക്സ് പിടിച്ചു നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ അയാളോട് ചോദിക്കും, ഈ ബോക്സിൽ പണമാണോ? അതെനിക്ക് തരികയാണെങ്കിൽ നിങ്ങളെ മാത്രം ഞാൻ ഇവിടുന്ന് രക്ഷിക്കാതെ പറയും. പക്ഷെ ആളാണെങ്കിൽ അത് കൊടുക്കാതെ പുറകിലേക്ക് മാറും. മറ്റൊരു ഭാഗത്ത് ആ ലീഫ് ഷിനോബി ആണെങ്കിൽ ആ കാർഡ് എടുത്തവനോട് ദേഷ്യപ്പെടും. നീ ഒറ്റ ഒരുത്ത കാരണമാണ് ഇത് സംഭവിച്ചത്, നീ ആ സ്ക്രോൾ എടുക്കും ചോദിച്ച് അവൻ ദേഷ്യപ്പെടും. അതേസമയം സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോൺ തകർന്ന് താഴേക്ക് വീഴാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് കണ്ട ബൊറൂട്ടോ അവനെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറ്റും. പയ്യനാണെങ്കിൽ ഉടനെ ഇപ്പൊ ബൊറൂട്ടോയുടെ കാല് പിടിച്ച് അവനോട് നന്ദി പറയുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അങ്ങനെ മുൻപോട്ടേക്ക് നടക്കുകയാണ്. അവൻ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ മറ്റൊരു ലേഡി ഷിനോബി അവനാണെങ്കിൽ അവളും ബൊറൂട്ടോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ ഒരു വില്ലൻ അപ്പാപ്പൻ ആള് വിളിച്ചു പറയും, നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു വലിയ
ഡേഞ്ചർ ബേസിലാണ്. ഈ ഒരു ബേസ് അത് കുറേശ്ശെയായിട്ട് തകരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ഇത് മാത്രമായിരിക്കും ഇവിടുന്ന് സർവൈവ് ചെയ്യുക. ഈ ഒരു ഗെയിം അത് ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു പറഞ്ഞ് ആളങ്ങനെ മുകളിലേക്ക് ചാടിപ്പോകും. ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവന്റെ ക്ഷമ നശിക്കുകയാണ്. അവൻ ഫുൾ കൽപ്പിൽ ചാടി ഇപ്പൊ അപ്പാപ്പനെ പിടിക്കാൻ ആളുടെ പിന്നാലെ പോകും. കുട്ടിയുടെ പിന്നാലെ തന്നെ ആ ലീഫ് ഷിനോബിയും അവനെ ഫോളോ ചെയ്ത് പോവാണ്. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ നൈസായി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് റിമോട്ട് ചെയ്ത് അങ്ങനെ രക്ഷപ്പെടുകയാണ്. ആ സമയം ആ ലീഫ് ഷിനോബിയുടെ കൺട്രോൾ പോയി അവൻ താഴേക്ക് വീഴാൻ തുടങ്ങും. ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ കൈ നീട്ടി അങ്ങനെ വലിച്ചു കയറ്റുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ വീണ്ടും കാല് തന്നെ താഴേക്ക് വീഴാൻ തുടങ്ങും. അത് കണ്ട് വേറൊരു അപ്പാപ്പൻ അവനെ പിടിച്ചു വലിക്കും. ഇവിടെ ആ ബോക്സ് കയ്യിൽ കരുതിയിരിക്കുന്ന ആൾ നിന്നിരുന്ന ഭാഗം തകർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങും. ഉടനെ ആ ലേഡി അവൾ ആ ബോക്സിൽ ചവിട്ടി മനുഷ്യനോട് ചോദിക്കും, ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്റെ സഹായം ആവശ്യമുണ്ടോ? എനിക്ക് പണം തന്നെ ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സേവ് ചെയ്യാം. വേറെ വഴിയില്ലാതെ അയാൾ അതിന് ഓക്കെ പറയും. അടുത്ത നിമിഷം അവൾ അവളുടെ പവർ ഉപയോഗിച്ച് അയാളെ സേവ് ചെയ്യും. അടുത്ത നിമിഷം ആ കല്ലുകൾ ഓരോന്നായിട്ട് അങ്ങനെ ഇളകി താഴേക്ക് വീഴാൻ തുടങ്ങും. ഒരപ്പാപ്പനാണെങ്കിൽ വാട്ടർ സ്റ്റൈൽ പവർ ഉപയോഗിച്ച് തകരാൻ പോകുന്ന കല്ലുകളെല്ലാം അങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തും. അപ്പാപ്പനാണെങ്കിൽ വിളിച്ചു പറയും, നമ്മുടെ മുൻപിൽ അധികം ടൈമില്ല. ഈ കല്ലുകൾ തകർന്ന് താഴേക്ക് വീണ് നമ്മൾ മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ താഴേക്ക് വീണ് ജീവന് വേണ്ടി പോരാടുന്ന ഒരുപാട് പേരെ കാണുകയാണ്. അതിനുശേഷം അവർ രക്ഷപ്പെടുത്താൻ അവൻ മുൻപോട്ടേക്ക് ഓടും. ലേഡി ആണെങ്കിൽ ബൊറൂട്ടോയെ തടയാൻ ശ്രമിക്കും. അതിന് ബൊറൂട്ടോ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇതങ്ങനെ നോക്കി നിൽക്കാനായിട്ട് എന്ത് വില കൊടുത്തും ഞാൻ അവരെ സേവ് ചെയ്യുന്നു പറഞ്ഞ് ബൊറൂട്ടോ മുൻപിലേക്ക് ചാടി ഓടിയെത്തും. ബൊറൂട്ടോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ഒരുപാട് പേരെ സേവ് ചെയ്യും. അപ്പോൾ ഒരു പെണ്ണ് മുകളിലേക്ക് പോയി താഴേക്ക് ഒരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തിടുകയാണ്. ഓരോരുത്തരായിട്ട് ബൊറൂട്ടോ ആ സ്റ്റെപ്പിലൂടെ പതിയെ മുകളിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങും. ആ അപ്പാപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ബൊറൂട്ടോ അധിക സമയം എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. മറ്റൊരു ഭാഗത്തൊരു പെൺകുട്ടി കാലിൽ പരുക്കുപറ്റി ഒരുപാട് വേദനയിൽ കിടക്കുകയാണ്. അവളെ ആണെങ്കിൽ ആ ഒരു ഷിനോബി തൂക്കിയെടുത്ത് അങ്ങനെ നടന്നു കൊണ്ടുവരും. ബ്രിഡ്ജിലൂടെ വളരെ വേഗത്തിൽ ഓരോരുത്തരായിട്ട് കയറിപ്പോവും. അടുത്തൊരാള് ആ ബ്രിഡ്ജിൽ കയറേണ്ട താമസം ആ ഒരു ബ്രിഡ്ജ് അത് പൊട്ടി താഴേക്ക് വീഴും. ഉടനെ ആ പ്രിസൺമാൻ ആണെങ്കിൽ അവന്റെ കൺട്രോൾ പോയി താഴേക്ക് പോവാണ്. അവനാണെങ്കിൽ അവന്റെ ഹാൻഡ് കഫിന്റെ ലോക്ക് ഒരു പെൺകുട്ടിയോട് എടുത്തു തരാനായിട്ട് പറയും. അതിന് അപ്പാപ്പൻ വിളിച്ചു പറയും, ഒരു കാരണവശാലും അവനെ കേക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കരുതും പോലെയല്ല, വളരെ വളരെ ഡേഞ്ചറാണ്. അവനെ ഹാൻഡ് കഫ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കൊല്ലുക നിന്നെ എന്നെ ആയിരിക്കും എന്ന് പറയും. പക്ഷേ അവൾക്ക് വേറെ വഴിയില്ലാതെ എന്റെ റിക്വസ്റ്റും ദയനീയ അവസ്ഥയൊക്കെ കണ്ട് ആ കീ കൊടുക്കും. അടുത്ത നിമിഷം അവൻ ആ ഹാൻഡ് കഫ് അൺലോക്ക് ചെയ്ത് മുകളിലേക്ക് ചാടി വരും. അവൻ അവന്റെ കയ്യിലുള്ള സ്പെഷ്യൽ വെപ്പൻ അതുപയോഗിച്ച് ആദ്യം തന്നെ അപ്പാപ്പനെ വെട്ടി വീഴ്ത്തും. അതിനുശേഷം ആ പെൺകുട്ടിയെ നോക്കി ടെററായിട്ട് ചിരിച്ച് അവളെയും വെട്ടി താഴെ ഇടുകയാണ്. ആണെങ്കിൽ ആ സ്റ്റോൺ ഷിനോബിയോട് പറയും, നമ്മൾ ഇനി ഇവിടെ നിന്ന വലിയ ആപത്താണ്. ഈ രണ്ട് പെൺകുട്ടികളുമായിട്ട് നമ്മൾ മുകളിലേക്ക് പോകണമെന്ന് പറയും. അതിലൊരു കുട്ടിയെ ഞാൻ സേവ് ചെയ്യാന്ന് പറഞ്ഞ് ബൊറൂട്ടോ അവളെ തോളിലെടുക്കും. മറ്റൊരു പെൺകുട്ടിയെ ഇപ്പൊ അവനോട് സേവ് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് അവനും അവളെ സേവ് ചെയ്യാൻ ശ്രമിക്കും. ബൊറൂട്ടോയും ആ പയ്യനും ചേർന്ന് രണ്ട് ഗേൾസിനെ മുകളിലേക്ക് കൊണ്ടുവരാണ്. പക്ഷെ ആ പയ്യൻ മാത്രം കൺട്രോൾ പോയി ഒരു സ്റ്റോണിൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കും. ബൊറൂട്ടോ ഫ്ലൈ ചെയ്തു വന്ന് അവനെ തൂക്കിയെടുത്ത് ആ പാലത്തിൽ പിടിക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ അതിൽ കൈ എത്തില്ല. അടുത്ത നിമിഷം ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് കൈ കൊടുത്ത് അവനെയും ആ പയ്യനെയും മുകളിലേക്ക് വലിച്ചു കയറ്റും. നമ്മുടെ ആൾക്കാരെല്ലാവരും സേഫായത് കണ്ടതും സേഫായെന്ന് കണ്ട ആ വില്ലൻ അപ്പാപ്പൻ ആളാണെങ്കിൽ വീണ്ടും അവർക്ക് മുൻപിലേക്ക് വരികയാണ്. വാവ്, നിങ്ങൾ നന്നായിട്ട് തന്നെ ഈ ഒരു ലെവലും കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ലെവലിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഒരു വഴി അത് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ആൾ അവിടുന്ന് ഇൻവിസിബിൾ ആവും. ബൊറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എത്രയും വേഗം വില്ലൻ അപ്പാപ്പനെ കണ്ടുപിടിച്ച് തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരായിട്ട് മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് ആ പ്രിസണർ ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ശരിക്കും ഒരു ഗെയിമാണ്, നമുക്കൊരിക്കലും ആളെ കൊല്ലാനായിട്ട് കഴിയില്ല. എങ്ങനെയെങ്കിലും നമ്മൾ സർവൈവ് ചെയ്ത് പുറത്തു വരണം. ഒരാൾക്ക് മാത്രമേ സർവൈവ് ചെയ്ത് പുറത്തു പോകാൻ പറ്റൂ. അത് തീർച്ചയായിട്ടും തന്നെയായിരിക്കുമെന്ന് അവനങ്ങനെ തീർത്തു പറയും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അട്ടിച്ചു പറയും, തീർച്ചയായിട്ടും ആ അപ്പാപ്പനെ ഞാൻ കൊല്ലും. ഇനി നമ്മളുടെ ഒരാൾ പോലും മരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.